ചെമ്പകം, ഇതില് കുറച്ച് കാശ. ഇതും വാങ്ങി എവിടെയെന്ന് വെച്ചാ പോയി ജീവിച്ചോണം. ഇനി എന്നെയോ ശരവണനെയോ ശല്യം ചെയ്യാൻ വരരുത്. അപ്പൊ പിരിഞ്ഞു പോകുന്നതിന് നീ എനിക്കിട്ട വിലയാണ് ഈ കാശല്ലേ? എന്ത് വേണമെങ്കിലും കരുതാം. വിലയെന്നോ നഷ്ടപരിഹാരമെന്നോ എന്തും. നിങ്ങളെ വഴിയാധാരമൊക്കെ എന്നൊരു കുറ്റബോധം നാളെ എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. അതിനാ ഇത് തരുന്നത്. ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഭർത്താവിനെയാ നീ തട്ടിയെടുത്തത്. അങ്ങനെ പറയരുത്. ശരവണന് ഭാര്യയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മനസ്സിലായല്ലോ. അപ്പോഴെന്താ ഒഴിയാതിരുന്നത്? അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ശരീരം മാത്രമല്ലല്ലോ മനുഷ്യനുള്ളത്, മനസ്സും കൂടിയില്ലേ? അല്ല, മനസ്സാണ് പ്രധാനം. അത് ഞാൻ ശരവണന് കൊടുത്തുപോയി. നിന്നെ കണ്ടപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയ ആളാ ശരവണൻ. നാളെ വേറൊരുത്തിയെ കാണുമ്പോ നിന്നെ ഉപേക്ഷിക്കും. അത് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഒരുപാട് കാലമൊന്നും ഈ ജീവിതം മുന്നോട്ട് പോകുന്ന എനിക്കും പ്രതീക്ഷയില്ല. പോകുന്നിടത്തോളം പോട്ടെ, അത്രേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നീ എന്റെ ശത്രുവാ. നീ നശിക്കണമെന്ന് തന്നെയാ എനിക്കും. പക്ഷെ വീട് വിൽക്കേണ്ടിയിരുന്നില്ല. നോക്കിക്കോ, നാളെ നീ പെരുവഴിയിലാവും. ശരവണൻ ആക്കും. ഈ കാശ് എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയാ. ഒരു പെണ്ണിന്റെ ഗതികേടാ അത്. അത് നിനക്ക് മനസ്സിലാവും, ഇന്നല്ലെങ്കിൽ നാളെ. നിരഞ്ജനും ഡോക്ടർ ജയശങ്കർ തമ്മിൽ തെറ്റുന്നത് സ്വാമിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇതേ ചോദ്യം വേറൊരു രീതി ഞാൻ ചോദിക്കും. അങ്ങനെ സംഭവിക്കുന്നത് തങ്കച്ചിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? അല്ല, അവര് അടുത്ത് തന്നെ തെറ്റും. അതിനുള്ള ഒരു പ്ലാന് എന്റെ മനസ്സിലുണ്ട്. ഞാൻ മാത്രം വിചാരിച്ചാ അത് നടത്തിയെടുക്കാൻ പറ്റില്ല. അതിന് സ്വാമിയുടെ സഹായം കൂടി വേണം. എന്താണാവോ പ്ലാൻ? പ്രേമ എന്റെ കസ്റ്റഡിയിലാണെന്നറിയാമല്ലോ. ഊഹിച്ചു. അവരെ അന്വേഷിച്ച് വലിയൊരു പോലീസ് റെയ്ഡ് നടക്കാൻ പോകും. ഇപ്പോഴുള്ള സ്ഥലത്തു നിന്ന് എനിക്ക് പ്രേമയെ ഒന്ന് മാറ്റണം. മാറ്റിക്കാം. അതിനെന്തിനാ എന്റെ സഹായം? മാറ്റുന്നത് ഞാനല്ല, സ്വാമി. ഞാനോ? അതെ, ജയശങ്കറിന്റെ കാറുമായിട്ട് സ്വാമി വരും. അതില് പ്രേമയെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും. എങ്ങോട്ടാണെന്നറിയാവോ? നിരഞ്ജന്റെ ക്ലിനിക്കിലേക്ക്. അപ്പം നിരഞ്ജൻ ഡോക്ടർ കാണില്ലേ? രാത്രിയല്ലേ മാറ്റുന്നേ? ക്ലിനിക്ക് അടച്ചതിന് ശേഷം. ക്ലിനിക്ക് എങ്ങനെ തുറക്കും? പൂട്ടിയിട്ടതായിരിക്കില്ലേ? താക്കോല് ജയശങ്കറിന്റെ വീട്ടിലുണ്ടാവുമല്ലോ. അത് സ്വാമി കൊണ്ടുവരണം. ഓ, അപ്പൊ ഞാൻ ക്ലിനിക്ക് തുറക്കാനുള്ള താക്കോലും സാറിന്റെ കാറും കൊണ്ടുവരണം. അതെ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്റെ പൊന്നു സ്വാമി, ഇതൊക്കെ നടക്കും. പ്രേമയെ നിരഞ്ജന്റെ ക്ലിനിക്കിൽ നിന്ന് കണ്ടെത്തിയ സിദ്ധു നിരഞ്ജനും തമ്മിൽ തെറ്റില്ലേ? തെറ്റുവോ? ഇല്ല, അവര് നല്ല ചങ്ങാതിമാരാ. ഒരാള് വേറൊരാളെ അവിശ്വസിക്കില്ല, പ്രത്യേകിച്ചും ഇതുപോലൊരു കാര്യത്തിൽ. വേണ്ട, ചങ്ങാതിമാരെ അവിശ്വസിക്കണ്ട. ജയശങ്കർ വിശ്വസിക്കുമല്ലോ. പ്രേമ എങ്ങനെ നിരഞ്ജന്റെ ക്ലിനിക്ക് വന്നു എന്ന് സാറ് ചോദിക്കും. അപ്പൊ നിരഞ്ജൻ എന്തുത്തരം പറയും? അല്ലെങ്കിലും സിദ്ധുവിനെ ജയശങ്കർ സാർ ഇഷ്ടമല്ല. പഞ്ഞിയിലിട്ട് ചക്ക വെട്ടിയോലിരിക്കും കാര്യങ്ങൾ. ഇതൊരു പരീക്ഷണമായിട്ട് കണ്ടാ മതി. വിജയിച്ചാ നമുക്ക് ഗുണം. വിജയിച്ചില്ലെങ്കിലോ? വിജയിക്കും. സ്വാമി കൂടെ എന്നാ എല്ലാം വിജയിക്കും. ഹലോ സാറേ. അതെ, പ്രേമ ഇന്ന് തന്നെ അവിടുന്ന് മാറ്റേണ്ടി വരും. ശരി സാറേ. ഞാൻ മാത്രമായിരിക്കില്ല കൊണ്ടുവരാൻ വരുന്നത്. എൻ്റെ കൂടെ വേറൊരാളോടുണ്ടാവും. നിങ്ങൾ അവിടെ തന്നെ കാണണം. ഉണ്ടോ സാർ? സാർ വന്നാൽ മതി. പോലീസ് റെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ അവരെ അവിടുന്ന് മാറ്റുന്നത്. മനസ്സിലായി സാർ. അഥവാ എനിക്ക് മുന്നേ പോലീസ് വന്നെന്ന് വിചാരിക്കുക. ഒരു കാരണവശാലും പ്രേമയെ അവർ കണ്ടുപിടിക്കരുത്.
സാറേ അത് റെയ്ഡാണെങ്കിൽ ഒളിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതൊക്കെ നീ